ചേച്ചി, നമ്മുടെ മലയാള ടെലിവിഷനിൽ ആദ്യമായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന നമ്മുടെ അമൃത TV ആണ്. ഒരുപാട് കലാകാരന്മാര്, ജെന്റ്സ്, ലേഡീസ്, സീനിയേഴ്സ്, കുട്ടികളടക്കം ഇവിടെ വന്നു പോയി. നമ്മൾ കോമഡി മാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ വെറൈറ്റി ആണല്ലോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റാൻഡ് അപ്പ് മിമിക്രി കൊണ്ടുവരാൻ പോവുകയാണ്. ചേട്ടാ നശിപ്പിക്കല്ലേ. എന്തായാലും ഒരു അടിപൊളി കലാകാരനാണ് ചേട്ടാ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഗിരീഷ് ഗോവിന്ദ്. ഭഗവാനെ കൃഷ്ണ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളാണ്. നാട്ടുകാരെ മുഴുവൻ കണി കാണിക്കണമെന്ന് പറഞ്ഞിട്ട് 4 മണിക്ക് എഴുന്നേറ്റ് ഇറങ്ങിപ്പോയതാണ്. പന്നീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ തന്നെ കുഴിച്ചിട്ടുള്ള കുഴിയിൽ ചെന്ന് വീണു. അവസാനം ഫോറസ്റ്റുകാർ വന്ന് നിന്ന് അവരെയാണ് കണി കണ്ടത്. ഡബിൾ ബാരൽ ഗണ്ണിന്റെ പൈപ്പ് കണ്ടപ്പോഴേ അത് ഓടക്കൊലാന്ന് പറഞ്ഞ് കയറി പിടിച്ചതിന് അടി വേറെയും. പാവം, ഉച്ചക്കൂണിന്റെ സമയത്തേക്കെങ്കിലും ഒന്നും വീട്ടിലേക്ക് എത്തിക്കണേ ഭഗവാനെ. ശങ്കരമാമനെ കണ്ടായിരുന്നോ? ശ്വേതാജി കണ്ടായിരുന്നോ? ഇല്ല. ശങ്കരമാമനെ പരിചയമുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ വിഷു ടൈമിന് എപ്പോഴും ഭയങ്കര വൈറലിലെ ആള്. ഒരു മതിലിന്റെ മുകളിൽ പടക്കം വെച്ച് പൊട്ടിക്കണം വണ്ടിയോ പൊട്ടിക്കണം വണ്ടി ഒന്ന് കഴിച്ചിട്ട് ഓടുന്നോട്ടത്തിൽ മലതടിച്ച് വീണ ആളില്ലേ? ആ കുടുംബത്തിലെ സന്തതിയാ ഞാൻ. കഴിഞ്ഞ തവണത്തെ വിഷുവിന് ഒരു കെട്ട് പടക്കായിട്ട് വീട്ടിൽ വന്നു. ഞാനും വല്യമാമയും കൂടെ ഒരു വിളക്കിന്റെ മുന്നിലിരുന്ന് അത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ എങ്ങനെയോ തീപിടിച്ച് മാമൻ ഇറങ്ങി ഓടി, ഞാനും ഓടി. മാമി മാത്രം വീട്ടിന്റെ അകത്തായി പോയി. എല്ലാ ഫംഗ്ഷനിലും മുല്ലപ്പൂവായിട്ട് പങ്കെടുത്തിരുന്ന മാമി ഇപ്പൊ ചെമ്പരത്തി പൂവായിട്ട് അമ്പലത്തിൽ വരെ പോണേ. ഇപ്പോഴത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിന്റെ അകത്തിട്ടിട്ട് നമ്മുടെ റാട്ട് പോലത്തെ പടക്കല്ലേ അതടിക്കുക, പൂത്തിരി എത്തിയിട്ട് മിക്സി മറ്റേ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇടുക, പട്ടീന്റെ കാലിന്റെ മുകളിൽ ബാണം കൊടുത്തിട്ട് അതിനെ പറത്തി വിടുക, കോഴീന്റെ മുകളിൽ ഈ ചക്രപ്പടക്കമില്ലേ അതിട്ട് കറക്കുക. പെടക്കോഴിയൊക്കെ ഇപ്പൊ പൂവൻകോഴി കളിക്കുന്ന മാതിരിയാ കളിക്കുന്നത്. എനിക്ക് പണ്ട് ഈ പടക്കം എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ്സാ. ഞാനീ പടക്കത്തിന്റെ ബിസിനസ് തുടങ്ങി. അങ്ങനെ എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞ് നീ ഇങ്ങനെ കച്ചവടം പേരാമ്പ്രയിലാ തുടങ്ങിയത്, നീ ഒരു കാര്യം ചെയ്യ്, പടക്കം ഈ വിൽപ്പന നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ കച്ചവടത്തിന് വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടേൻ്റെ തൊട്ടപ്പുറത്ത് പൂക്കച്ചവടം നടത്തുന്ന ബിന്ദു ഉണ്ട്. ബിന്ദുവിനോട് പറഞ്ഞു, ബിന്ദു നിന്റെ പൂക്കച്ചവടത്തിനെക്കാട്ടും നല്ല കച്ചവടം നടക്കുന്ന സമയമാണ് ഇവിടെ പടക്ക സമയം. നീ ഒരു കാര്യം ചെയ്യും, 2 ദിവസത്തേക്ക് നമ്മുടെ അവിടെ വന്നിക്കെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് രാവിലെ കടയൊക്കെ രാവിലെ വളാ തുറക്കല് ചെന്ന് നോക്കുമ്പോൾ എന്താ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എല്ലാത്തിനും ഇങ്ങനെ കൊടയുന്നു. ചോദിച്ചാൽ എന്താ സംഭവം? 10 മണിയാകുമ്പോഴത്തേക്ക് വാടിപ്പോയില്ല കേട്ടാന്ന്. എന്താ ചെയ്യാ? സംഗതി ഞാൻ ഈ പടക്ക സംഭവത്തിലേക്ക് വന്നത് സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞിട്ടാ. നല്ല നമ്മുടെ പുള്ളി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളല്ലേ, പുള്ളിക്കറിയാലോ ഇതിന്റെ ബിസിനസ് ഒക്കെ. നിങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും മധ്യപൂർവേഷ്യയും ഒക്കെ പോകേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ഇവിടെ ഈ തെങ്കാശി കടന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശിവകാശിയിൽ വളരെ മനോഹരമായിട്ട് അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ഈ ബിസിനസ്സിലേക്ക് കടന്നിട്ടുള്ളത്. എന്റെ പടക്കങ്ങൾ തന്നെ നിങ്ങൾ ഇത് കണ്ടില്ലേ, എന്തൊക്കെ ജാതി സംഭവങ്ങളാണുള്ളത്. എല്ലാവരും വന്നിട്ട് ഇവിടെ പടക്കങ്ങൾ വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രി വരെ വന്നിട്ട് എൻ്റെ അടുത്ത് പടക്കങ്ങൾ മേടിച്ചിട്ടുണ്ട്. പുള്ളി ഒരു ദിവസം വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് തികള് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നില ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടാ. ഈ ഒരു പടക്കമൊക്കെ പണ്ട് ഇന്നത്തെ പിള്ളേര് പൊട്ടിക്കുന്ന മാതിരി അല്ല എന്നുള്ളത് ആലോചിക്കണോ. അടിപൊളി. ഇങ്ങനെ ഒരു വീടി എടുത്തിട്ട് ഞാനിങ്ങനെ പിടിക്കൂ, എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിക്ക് വെച്ചിട്ട് ഒക്കെ ചാടിയേക്കൂ. ഇങ്ങനത്തെ ഒരു നില കണ്ടിട്ട് അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ള ഒരു പയ്യൻ എന്നോട് ചോദിക്കുകയാണ്, എന്തൊരു ധൈര്യമാണ് നിങ്ങൾക്ക് എന്ന്. വല്ലാത്തൊരു നിലയാണല്ലോ നിങ്ങൾ കാണിക്കുന്നത് എന്ന്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയക്കാരിൽ തന്നെ നമ്മളിപ്പോ ഇലക്ഷൻ ടൈമൊക്കെ ആണല്ലോ, ഇലക്ഷനും ഈ പടക്കവും തമ്മിൽ നല്ല ബന്ധമുണ്ട് ശേതാജി. ഏത് പൊട്ടും ഏത് പൊട്ടൂലാന്ന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതെ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പടക്കം മേടിച്ചിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ടുള്ള പടക്കങ്ങളാണ് നിങ്ങൾ വെക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും വരുന്ന മാസത്തേക്ക് കുറച്ച് പടക്കങ്ങൾ വാങ്ങിച്ചു വെക്കണം, വളരെ നന്നായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ പടക്കത്തിനുണ്ടാകുമല്ലോ ഒരു ഒറിജിൻ. ഇത് ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞപ്പോഴാ. ജയശങ്കർ സാർ പറഞ്ഞിട്ടുണ്ട്, വലിയ സംഗതി, വലിയ കുരുവൻ, പടക്കം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത് വലിയൊരു സംഗതി.
അത് ശരിക്കും പണ്ടിട്ടുള്ളത് ജർമ്മനിയിലായിരുന്നു. വലിയ അവിടുത്തെ ഒരു കുടിൽ വ്യവസായം പോലെ പാവപ്പെട്ട ആൾക്കാർക്കെല്ലാം കൂടി ചേർന്നു. ഇവിടത്തേക്ക് ശരിക്കും കൊണ്ടുവരുന്നത് തമിഴന്മാരാണ്. അങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വലിയൊരു രീതിയിൽ പടക്കത്തിന് വലിയ ബിസിനസ് ഒക്കെ നടന്നു. സത്യത്തിൽ ഇതൊരു ഓണക്കാലത്ത് മാത്രമല്ല, ഓണം വിഷു എല്ലാത്തിനും പൊട്ടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഈ വിഷുക്കാലം ശരിക്കും പൊട്ടിക്കുന്നത് നമ്മളാണെങ്കിൽ പൊടി പൊടിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. കാര്യത്തിൽ യാതൊരു തർക്കമല്ല. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. നിങ്ങളൊക്കെ വിചാരിക്കുന്നില്ലേ രജനീകാന്ത് സാറൊക്കെ ഭയങ്കരമായിട്ട് ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ ധൈര്യമാണ്? എന്റെ അടുത്ത് നീ ഗുണ്ട് വാങ്ങി കൊണ്ടുപോയിട്ട് പൊട്ടിച്ചിട്ട് ചെറിയ കുട്ടി കരയുന്ന മാതിരിയാ കരഞ്ഞത്. എന്നെ കണ്ടാ പൊട്ടിപ്പോയി 2 കൈ ഒന്നും പക്ഷേ കമൽ സാറോ, കമൽ സാർ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഒരു ചെറിയ കമ്പിത്തിരി കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് എമ്മാതിരി ബേജാറാ മൂപ്പർക്ക് അറിയോ? അഭിറാമി 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 ജാസി സാറും വന്ന് മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന് പടക്കം. ജാസി ഇഷ്ടം. ഞാൻ 2 കയ്യിലും പടക്കം ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്കിതൊന്നും ഒരു പേടിയില്ല, ഞാൻ ഇതെത്ര കണ്ടതാണ്. എന്നിട്ട് പാട്ട് പാടിക്കട്ട് 2 കയ്യിൽ നിന്നും കൂടി പൊട്ടിയാരം പാടിയതാണ്. അഖിൽജി, സത്യത്തിൽ നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പടക്കം ഏതാണെന്നറിയോ? നമ്മുടെ ചക്രപ്പടക്കം. ചക്രം ഞാൻ കാണിച്ചു തരാണെങ്കിൽ വാസ്തവത്തില് എനിക്ക് പറയാൻ വേണ്ടി കഴിയുന്നതായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ദാസത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് യാതൊരു കുറ്റത്തിനും വന്നേക്കരുത്. എന്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ശരീരം മാത്രമല്ല സംഗീതവും ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, വിശ്വാസംസകൾ. ഞാനും ജനീഷും കൂടെ ഒരു 10 കൊല്ലം മുമ്പല്ലേ, 10 വർഷമാവും നമ്മൾ എന്നോട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി കുറച്ച് സമയത്ത് ഇരുന്നിട്ടുണ്ട്. അന്ന് ജനീഷിന്റെ കഥ എന്റെ അടുത്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര ഇതും തോന്നി. കുടുംബകഥയാണോ? അല്ലല്ല, പുള്ളി ഒരു ലവ് ഫെയിലിയർ ആയിരുന്നു. അതായത് ഇത്രയും അച്ചടക്കവും നല്ല വൃത്തി ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം പുള്ളിയുടെ ആ ഒരു പ്രണയകഥ എൻ്റെ അടുത്ത് പൊളിഞ്ഞ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞറിയാ അത് അവക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്, ഒരിക്കലും നിനക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാണ്, എനിക്ക് അടുത്തറിയാം. ഒന്നാമത് കോഴിക്കോട് സ്നേഹം അറിയാമല്ലോ. അത് മാത്രമല്ല കഥ എനിക്ക് ഭയങ്കര കൊതി. ആ കഥ അഖില് തന്നെ സിനിമയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മളെ കലാകാരന്മാർക്കിടയിൽ 2 തരം കലാകാരന്മാരുണ്ടല്ലോ, വിജയിച്ച കലാകാരന്മാരും പരാജയപ്പെട്ടു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരും. അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന വിജയിക്കാത്ത ഒരു കലാകാരന് ആവശ്യമില്ലാത്തത് കൊണ്ട് അതങ്ങ് പൊളിഞ്ഞു പോയി. അങ്ങനെയൊന്നുമില്ല, പറഞ്ഞു തിരക്കി വരുമോ? അത്രേ ഉള്ളൂ. അല്ല, ഗിനീഷ് ചേട്ടന് നമ്മുടെ അമൃത TV വ്യൂവേഴ്സിന് ഭയങ്കര ഫെമിലിയർ ആണ്. കാരണം ചേട്ടൻ്റെ ഒരുപാട് ഈ സ്റ്റാൻഡപ്പ് കോമഡി കഥകളൊക്കെ വൈറലായിരുന്നു അല്ലേ? ഭയങ്കര രസമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഈ രസമുള്ള കഥകളാണ്, കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര രസമാണ്. അപ്പം ചേട്ടാ അടിപൊളിയായിരുന്നു എൻ്റെ പെർഫോമൻസ്. എന്തായാലും സൂപ്പർ ആയിരുന്നു ചേട്ടാ. അതായത് മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാള കലാമേഖലയ്ക്ക് ഒരു പുതിയ ഐറ്റം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു, സ്റ്റാൻഡപ്പ് മിമിക്രി. ജയിക്കാത്ത കലാകാരൻ ഒരിക്കലും പറയില്ല. ജനിഷ് ഇപ്പൊ ഒരുപാട് വിജയിച്ചിരിക്കുകയാണ് കേട്ടോ, ഒരിക്കലും പറയില്ല. ഈ പരാജയപ്പെട്ട ഈ ഫെയിലിയർ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവർക്കും അവരുടേതായ ചില ആൾക്കാർ ഭയങ്കര വേഗം യങ് ഏജിൽ തന്നെ വലിയ ഒരു കലാകാരനാവും. ചില ആൾക്കാർ ഭയങ്കര ലേറ്റാണ്. അതുകൊണ്ട് എന്താ നമ്മള് എത്രയോ ആർട്ടിസ്റ്റ് അങ്ങനെയുണ്ട് 50, 60, 70-ലെല്ലാം. നമ്മുടെ താരാട്ടിന്റെ അമ്മ അങ്ങനെയാണ് ലേറ്റ് ആയിട്ട് തന്നെയാണ് എത്രയോ ആൾക്കാരുണ്ട്. അമ്മ ഗിനീഷേട്ടന്റെ പുതിയ സ്ക്രിപ്റ്റ് സിനിമയാക്കാൻ പോകുന്നു, അതിൽ അദ്ദേഹം അഭിനയിക്കാൻ പോകുന്നു. പുതിയ പ്രതീക്ഷയില്ല. മാത്രമല്ല ഇവിടെ നിന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് നമ്മുടെ പടത്തിൽ നായികയാണ്. ഷൂട്ട് കഴിഞ്ഞു, ഫസ്റ്റ് ഷെഡ്യൂൾ ഡയാനെ പറയില്ല, ആൾക്കാർ വിചാരിക്കും ഞാനാന്ന്. അടിപൊളി. അപ്പൊ എന്തായാലും അതിന്റെ വിശേഷമായിട്ട് ഇനി ഒരിക്കൽ കാണണം. പുതിയ വിശേഷങ്ങളുമായിട്ട് വിജയിച്ച് നമ്മൾ ഇവിടെ വരും തീർച്ചയായും. അപ്പൊ ഹാപ്പി വിഷു ചേട്ടാ. ഹാപ്പി വിഷു. താങ്ക് യു. താങ്ക് യു.